ഞങ്ങളിപ്പോൾ തുമ്പോട് വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഉണ്ണിച്ചേട്ടൻ ഒരു ആഗ്രഹം കുറച്ച് പോർക്ക് കഴിക്കണമെന്ന്. ഇവിടെ നമുക്ക് നല്ല സുലഭമാണ് പോർക്ക്, കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഫാമുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവിടെ പോർക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഐശ്വര്യ ഫാം. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഞാൻ കുഞ്ഞിലെ ഉള്ള സമയം തൊട്ടേ ഇവിടെ ഉള്ളത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും പശുവായിരുന്നു. നമ്മളെല്ലാവരും പാലൊക്കെ മേടിക്കുമായിരുന്നേ ഈ ഐശ്വര്യ ഫാമിൽ നിന്ന്. അപ്പം ഞാൻ പണ്ടൊന്ന് വന്നിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്, കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പം ആദ്യം നമുക്കിവിടെ പോർക്കുണ്ടോ എന്ന് ഇവിടുത്തെ ഒരു അങ്കിളുണ്ട്, അങ്കിളിനോട് ചോദിക്കാം. അപ്പം വന്ന കാറ് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേ മകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം പോർക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം പോർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സന്തോഷമായി. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം കണ്ടത് ഇതാ അവനെയാണേ. എന്താണ് ഇനം എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് പട്ടികളുണ്ട് ഇവിടെ. അങ്ങനെ അങ്കിൾ ഓരോന്നിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചൊക്കെ തരുമായിരുന്നേ. അപ്പം അങ്ങനെ ഒരുപാട് പട്ടികളെയും എല്ലാവരെയും കണ്ടു. ഇവൻ വിശ്രമത്തിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇവർ രാജപാളയം പോലെയൊക്കെ ഇരിക്കുമെങ്കിലും രാജപാളയം അല്ല, വേറെ എന്തോ ഇനമായിരുന്നു എന്ന് അങ്കിൾ പറഞ്ഞു. എനിക്ക് പേര് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ അങ്കിൾ പറഞ്ഞു ഇവിടെ കുറേ പട്ടിക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോയി ആ പട്ടിക്കുട്ടികളെല്ലാം അഴിച്ചുകൊണ്ട് വന്നു. നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പം നമ്മളെയൊക്കെ കാണിച്ചു തരാനും അല്ലേ, അവർക്ക് അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടു. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പൂക്കളൊക്കെ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ താറാവ് വളർത്തുന്നതിൻ്റെ അടുത്തോട്ടാണ് പോയത്. അപ്പോൾ അവിടെ കുറേ താറാവും പിന്നെന്താ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനാണ് ഈ ആശാനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കരുതി ഇവന് കാലില്ല, അയ്യോ പാവം കാലില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ചിറകിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു നഖം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാഞ്ചു കാലുണ്ട്, നീ ഓടിക്കാൻ പറഞ്ഞു. അവൾ ഓടിച്ചു വിട്ടപ്പോഴത്തേന് കാലുണ്ടായിരുന്നേ. ഇവൻ കാലിന് കാലും പൊക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കാലുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പശുവിനെ കാണാനാണ് പോയത്. പക്ഷേ പണ്ടത്തെ അത്രയും പശു ഇപ്പോൾ ഇവിടെ ഇല്ല, വളരെ കുറവാണ്. കാരണം പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ നിറച്ച് പശുക്കളായിരുന്നു, ഇപ്പോൾ കുറച്ച് പശുവേ ഉള്ളൂ. അങ്ങനെ പശുവിനെ കണ്ടു. അത് കഴിയുമ്പം ആടുണ്ടെന്ന് പറഞ്ഞു അങ്കിൾ. അങ്ങനെ ഞങ്ങൾ കൂടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പം ആടിനെ കണ്ടു. മെയിനായിട്ട് അവൻ ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആടിനെ കണ്ടു. അപ്പോഴാണ് അങ്കിൾ പറഞ്ഞത് പന്നിയെ കാണാമല്ലോ, പന്നി താഴെ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ പിന്നെ പന്നിയെയും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് ആടിന് ടാറ്റയും കൊടുത്ത് നേരെ പന്നിക്കൂട്ടിലേക്ക് ചെന്ന് ഒരുപാട് പന്നി ഉണ്ടായിരുന്നു. ഒരുപാട്, ഈ കൂടല്ല, ഇത് കൂടാതെ 2-3 കൂട് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ